ഹലോ, അസ്സലാമു അലൈക്കും. അതെ, അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ആണ് തുടങ്ങുന്നത് കേട്ടാ. ലീലാസ് ഗൾഫ് ലൈഫ് കേട്ടാ. അപ്പോൾ ഷോർട്ടുകളാണ് ഇടാറ്. അപ്പം എന്തായാലും ഇഷ്ടംപോലെ ആൾക്കാർ യൂട്യൂബർമാരും കാണുന്നവരെല്ലാവരും എനിക്ക് സബ് ചെയ്യുന്നുണ്ട് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടാ. ഞാൻ ചാറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് നടത്തുന്നത്. അപ്പം എല്ലാവർക്കും പുണ്യം കിട്ടും കേട്ടാ. ഇനിയും എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടാ. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാണ്. ഗൾഫ് ജീവിതമാണ് ഞാനിപ്പോ പറയണത് കേട്ടാ. അപ്പൊ ഞാനേ ഒരു വീട്ടിൽ നിന്ന് മൂദേവി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടാ. അപ്പൊ അവിടെ നിന്നപ്പോ അവിടെ പെരുന്നാള് നോമ്പാണ്. അപ്പൊ നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പണിയാണ്. പാതിരയ്ക്ക് ഉറക്കല്ലാണ്ടുള്ള പാതിരയ്ക്ക് എണീച്ച് ഭക്ഷണം ഉണ്ടാക്കലും ബിരിയാണി ഉണ്ടാക്കലും വെച്ചു കൊടുക്കലും കണ്ണിന്റെ പൊള്ളടയ്ക്കാൻ പറ്റില്ല, അത്രയും കഷ്ടമാണ്. എന്നാലും ആ പെരുന്നാളിന്റെ തലേ ദിവസം അവിടെ നമ്മുടെ കബൂസ്, ആ നാട്ടിലത്തെ രാജ്യാവ് കബൂസ് വരുന്നു എന്നുള്ളത് പിള്ളേർ പറഞ്ഞു. ലൈല, നമ്മുടെ ഈ ഭാഗത്തേക്ക് കബൂസ് വരുന്നുണ്ട്. അപ്പൊ കബൂസ് വരുമ്പോ ഹെലികോപ്റ്ററിലാണ് വരിക. അപ്പോ 100 പൈസ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ 1 രൂപ ഒറ്റ നോട്ട്. അപ്പൊ അങ്ങനത്തെ അടക്കി കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കും എന്ന് പറഞ്ഞപ്പോ ലൈല വന്നോളും. അപ്പൊ ഞാൻ താമസിക്കുന്ന വീട് തൊട്ടടുത്ത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അവിടെ ആണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഞങ്ങളാ ഹെലികോപ്റ്റർ വരുന്ന കണ്ടപ്പോ എല്ലാവരും ആ ഭാഗത്തുള്ള ജനങ്ങൾ മുഴുവനും ആ ഗ്രൗണ്ടില് വന്ന് തിങ്ങി കൂടിയിട്ടാ. അപ്പൊ അങ്ങനെ ഹെലികോപ്റ്റർ വന്നിട്ട് അവിടെ തടസ്സങ്ങളൊന്നുമില്ല, മരത്തിന്റെ ഒന്നും തടസ്സങ്ങളില്ല, മരുഭൂമിയല്ലേ. ആ ഹെലികോപ്റ്റർ ഇങ്ങനെ വന്ന് കറങ്ങി 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 പൈസ അങ്ങോട്ട് വേതറി ഈ നോട്ടുകള് വേതറിയിട്ട് ഇഷ്ടം പോലെ കിട്ടണവർക്കൊക്കെ എനിക്ക് 500 എനിക്ക് കിട്ടിയത്. അങ്ങനെ കുട്ടികൾക്കും എല്ലാവർക്കും പറക്കേണ്ടെടുത്ത് സന്തോഷമായിട്ട് കൈകൊട്ടി ചിരിച്ച് എല്ലാവരും പോന്നു കഴിഞ്ഞപ്പോ ഈ ഹെലികോപ്റ്റർ പിന്നെ പോയി കഴിഞ്ഞിട്ട് അപ്പൊ പിറ്റേ ദിവസം പെരുന്നാളാണ്. അപ്പൊ ഈ പെരുന്നാളിൻ്റെ അന്ന് കബൂസ്. അപ്പൊ ഈ കബൂസിന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും ഓരോ കൊട്ടാരം ഉണ്ടാവും താമസിക്കാൻ വേണ്ടി പണിതിട്ട്. നമ്മളിപ്പോ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇടണ പോലെ തന്നെ എല്ലാ ജില്ലയിലും, അതുപോലെ ഒമാനിലും എല്ലാ ജില്ലയിലും അവർക്ക് താമസിക്കാനുള്ള കൊട്ടാരമുണ്ട്. അതിന് പറ്റിയ ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നില്ല, അവിടെ മൂദേവി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവന് ഒരു കൊട്ടാരമുണ്ട്. അപ്പൊ അവിടെ വന്ന് അവൻ അന്ന് അവിടെ നിന്നിട്ട് അന്ന് അവിടെ നിന്ന് പിറ്റേ ദിവസം പിന്നെ പിറ്റേ ദിവസം എല്ലാവരും ക്ഷണിച്ച് നോട്ടീസ് കൊടുത്ത് എല്ലാ ജനങ്ങളും കബൂസിനെ നേരിട്ട് കാണാനും സംസാരിക്കാനും നമ്മളിവിടെ മന്ത്രിയൊക്കെ വരുന്ന പോലെ തന്നെ അവിടെ സന്തോഷം കൊണ്ട് എല്ലാവരും ചെന്ന് കഴിഞ്ഞ് ഒരു അരമണിക്കൂറായപ്പോ കബൂസ് പുറത്തേക്ക് കൈ ഇങ്ങനെ തൊഴുതൊക്കെ വന്ന് പിന്നെ തോക്ക് തൊട്ടടുത്തുള്ള കബൂസിൻ്റെതായ ആൾക്കാർ ഉണ്ടല്ലോ, കബൂസിനെ നോക്കുന്നവരുണ്ടല്ലോ, അവരുടെ കയ്യിലൊക്കെ തോക്കുണ്ട്. ആകാശത്ത് വെടിവെച്ച് അങ്ങനെ കുറെ നേരം അറബിയിൽ പ്രസംഗിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോ അറബിച്ചോളിയും ഡാൻസ്. അപ്പൊ അറബിയോള് ഒരറ്റത്ത് ഇങ്ങനെ വരിയായി നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് നേരെ ഓപ്പോസിറ്റ് ഈ അറബിച്ചുകളും വരിയായി നിൽക്കും. അതൊന്നും കുറേയുണ്ട്, 10-50 പേര് വീതമുണ്ട് വരിയായിട്ട് നിന്ന് കഴിഞ്ഞപ്പോ അറബികളുടെ കയ്യിൽ ഓരോ കോലുണ്ട്. ആ വടി കൊണ്ട് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ കളിക്കും അറബികൾ ഇങ്ങനെ കളിക്കും. അപ്പൊ അറബിച്ചോളും നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ നേരം നിന്നിട്ട് എന്നെയും പിടിച്ചു വലിച്ച് നിർത്തി. രാവിലെ വായോ എന്നും പറഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോ എന്തിട്ടാന്നറിയോ, അറബികൾ അവിടെ നിന്ന് അങ്ങോട്ട് ഈ കളിച്ച് അറബിച്ചോളുടെ അടുത്തേക്ക് ഇങ്ങനെ മുട്ടി വരും ഇവിടുന്ന്. അപ്പൊ അറബിച്ചോള് അങ്ങോട്ട് ഒരന്താനി ഇങ്ങനെ മാത്രം കളിക്കുള്ളൂ. അങ്ങനെ കളിച്ച് അറബികളുടെ നമ്മൾ പണ്ട് സൽക്കൂട് കളിക്കില്ലേ, അതുപോലെ ഒരു കഷ്ടി മണിക്കൂറോളം അങ്ങനെ കളിച്ചുട്ടാ. ആ കളിയൊക്കെ കഴിഞ്ഞ് കബൂസിന് സന്തോഷമായി, ഇഷ്ടമായി, എല്ലാവർക്കും സലാം പറഞ്ഞ് കബൂസ് പോയി. അപ്പൊ പോയി കഴിഞ്ഞപ്പോ ഞാൻ എല്ലാവർക്കും അവിടെ ഭക്ഷണമുണ്ട്. ഭക്ഷണം എല്ലാവരും ഇങ്ങനെ എന്താ പറയാ, നമ്മളിവിടെ ഒരു പാത്രം എടുത്ത് പോയി എല്ലാവരും മേടിക്കണ മാതിരി തന്നെ മേടിക്കലും ചായ കുടിക്കലും അതൊക്കെ അങ്ങോട്ട് ആ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് വീട്ടിലെത്തി. അപ്പൊ അങ്ങനെ രാത്രി വീട്ടിലെത്തിയടാ. അങ്ങനെ വീട്ടിലെത്തി. അതങ്ങനെ കഴിഞ്ഞ് പിന്നെ പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ
പെരുന്നാളിന് ഭയങ്കരമായ എന്താ പറയാ, നമ്മൾ വിചാരിക്കും പെരുന്നാളാണ് ഇഷ്ടംപോലെ കറികളും ചോറയ്ക്കും, അതൊന്നും വേണ്ട. ഇവരെവിടെയെങ്കിലും ഇത്തിരി അരീസ് ഉണ്ടാക്കുക. അരീസ് എന്ന് പറഞ്ഞാൽ കോഴീനും ഗോതമ്പ്, നല്ല തൊലി കളഞ്ഞിട്ടുള്ള ഗോതമ്പാണ്. ആ ഗോതമ്പ് അങ്ങോട്ട് വേവിച്ചിട്ട് അതിൽ കോഴീനിട്ട് വേവിച്ച് അങ്ങോട്ട് ഇളക്കി ഇളക്കി വേവിച്ച് അരീസ് എന്ന് പറയാ. അത് വലിയൊരു ചെമ്പിൽ വേവിക്കും. എന്നിട്ട് എല്ലാ വീട്ടിലേക്കും കുറേശ്ശെ കുറേശ്ശെ പകർത്തി പകർത്തി എല്ലാ വീട്ടിലേക്കും കൊടുക്കും. അതാണ് അവർ തറവാട്ടിലാണ് വെക്കേണ്ടത്, എല്ലാ മക്കളുടെ വീട്ടിലേക്കും പകർത്തി. അതാണ്, അല്ലാണ്ട് നമ്മൾ ചോറ് കറികളൊന്നും കുറെ വെക്കണ്ട കേട്ടാ. അപ്പോൾ അത് എല്ലാ വീട്ടിലേക്കും കൊടുക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടാട്ടാ. അപ്പോൾ അത് കഴിക്കുക. പിന്നെ ഏതെങ്കിലും എന്താ പറയുക, ടൂർ പോണമാതിരി, ടൂറൊന്നല്ല, വെറുതെ അവിടെ നിന്ന് കടപ്പുറത്ത് ചെന്നിരിക്കുക. കടപ്പുറത്ത് ചെന്നിരുന്ന് അവിടെ ഇരുന്ന് കളിക്കുക, കഥ പറയുക. എന്തെങ്കിലും അവിടെ ഈ എന്താ പറയുക, മതല്ലാത്ത കാപ്പി ഉണ്ടല്ലോ, അത് കൊണ്ടുപോകും, ഈത്തപ്പഴം കൊണ്ടുപോകും. അത് വട്ടട്ടിരുന്ന് അത് കഴിക്കും. പിന്നെ ഈ പിള്ളേര് ചാടിത്തുള്ളൂ, അതിന് പിന്നാലെ നമ്മളും. അതിനാണ് ആയയുടെ ആവശ്യം അവിടെ. പിള്ളേര് കളിക്കുന്നതിനനുസരിച്ച് നമ്മൾ അവരെ പിന്നാലെ നടക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടുത്തെ കഥകൾ. ഇനിയും കുറേ കഥകൾ പറയാനുണ്ട്, അടുത്ത എപ്പിസോഡിൽ പറയാട്ടോ. അപ്പോൾ എല്ലാവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടാ. ഓക്കെ, ബൈ.